വയനാട്ടിൽ നിന്നും വന്യജീവി ആക്രമണത്തിന്റെ വാർത്തകൾക്ക് അറുതിയില്ല. കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ആശങ്കയിലാണ് തലപ്പുഴ മേഖലയിലെ ജനങ്ങൾ. തുടർച്ചയായ ദിവസങ്ങളിലാണ് പ്രദേശത്ത് കടുവ ഇറങ്ങിയത്. കടുവയെ ഉടൻ പിടികൂടണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാൽപ്പാടുകൾ മാത്രമല്ല, പ്രദേശവാസികൾ കടുവയെ നേരിൽ കാണുകയും ചെയ്തു. ഇതോടെയാണ് ഭീതി ഇരട്ടിയായത്. കമ്പിപ്പാലം, കണ്ണോത്തുമല, 44 മൈൽ എന്നീ ഭാഗങ്ങളിലാണ് കടുവയുടെ കാൽപ്പാട് കണ്ടെത്തിയത്. കൂടാതെ ഇന്ന് കമ്പിപ്പാലത്ത് നിന്ന് പുല്ലുവെട്ടാൻ പോയവർ കടുവയെ കാണുകയും ചെയ്തു. ഇതോടെയാണ് ആശങ്ക വർദ്ധിച്ചത്. ദിവസങ്ങൾക്ക് മുൻപ് വീട്ടമ്മയെ കടുവ കൊന്നതിന്റെ ആശങ്കയ്ക്കിടെയാണ് വീണ്ടും കടുവയുടെ സാന്നിധ്യം. ഈ പരിസരങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ മുഴുവൻ ആശങ്കയിലാണ്. അവരൊക്കെ ഈ കൃഷിയും വളർത്തുമൃഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പരിസര പ്രദേശങ്ങളിലേക്ക് പോകുന്നത് വഴി അവരുടെ ജീവന്, അവരുടെ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം അല്ലെങ്കിൽ പിലാക്കാവിലുണ്ടായിരിക്കുന്ന അതേ സാഹചര്യം സംജാതമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നതെന്നുള്ളത് വ്യാപകമായിട്ട് ജനങ്ങളിടയിൽ ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് പരിശോധന നടത്തി. 30ഓളം ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത്. തുടർന്ന് 14 ക്യാമറ ട്രാപ്പുകളും 2 ലൈവ് ക്യാമറകളും സ്ഥാപിച്ചു. ഡ്രോൺ ഉപയോഗിച്ചും പരിശോധന നടത്തി. അന്ന് കണ്ട ദിവസം പോലെ, അന്ന് പറയുന്ന ദിവസം പോലെ തന്നെ ഞങ്ങളിവിടെ ഫുൾ ടൈം പട്രോളിങ്ങും ക്യാമറയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ സ്ഥാപിച്ച ക്യാമറയിൽ നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ കൂടുതൽ സ്ഥലത്ത് നമ്മൾ ക്യാമറകൾ വെക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും പിക്ചേഴ്സ് കിട്ടിയാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റൂ. കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. രാത്രികാല പട്രോളിംഗ് തുടരുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രി സമയങ്ങളിൽ ഒറ്റയ്ക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നാണ് വനംവകുപ്പിന്റെ പ്രധാന നിർദ്ദേശം. വയനാട്ടിൽ നിന്ന് മനു ദാമോദരനൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ.